നിൽക്കാൻ ഒരു സ്ഥലമല്ല. നമുക്കെന്തായാലും ഇതിലിവിടെ എവിടെയൊക്കെ കയറാം കേട്ടോ. നല്ല തിരക്കാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. തിരക്കോട് തിരക്കാണ്. മനസ്സിലാവും കേട്ടോ, നല്ല തിരക്കാണ്. ഈ പൊള്ളാച്ചി പഴനി ഭാഗത്ത് എത്തുമ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ കുറയായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എന്തായാലും നോക്കാം നമുക്ക്. നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ എത്തിട്ടോ. നേരെ പുറത്തിറങ്ങാം. നമസ്കാരം. തമിഴ്നാട്ടിലെ മധുരയിലായിട്ടുള്ളത്. സമയം ഉച്ച കഴിഞ്ഞ് 3 മണിയായി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മധുരയിലെ മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളും അതുപോലെ നമ്മുടെ തിരുമല നായിക്കർ കോവിലൊക്കെ ആയിരുന്നു കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ മധുരയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകാം കേട്ടോ. അപ്പോൾ സമയം ഇപ്പം 3 മണി കഴിഞ്ഞു. എല്ലാ ദിവസവും വൈകിട്ട് 4:05 ഒരു വണ്ടിയുണ്ട് പാലക്കാട്ടേക്ക് പോകുന്നത്. ആ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാം, മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ഉള്ളിലേക്ക് പോകണം. സമയം ഇപ്പോൾ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നടക്കുന്ന പണിയാണ് കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ ക്ലോസ് ചെയ്തേക്കാണ്. അവിടെയായിട്ട് നമുക്ക് ബോർഡ് കാണാം കേട്ടോ, മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലും തമിഴിലും അതുപോലെ ഇംഗ്ലീഷിലായിട്ട് ആ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൂടെയാണ് എൻട്രൻസ് ഒക്കെ വരുന്നത് കേട്ടോ. ഇതിലാണ് ഉള്ളിലോട്ട് എൻട്രൻസ് ഒക്കെ വരുന്നത്. ഈ ഒരു ഭാഗം മൊത്തം റിനോവേഷൻ വർക്ക് നടക്കാം കേട്ടോ. അവിടെയൊക്കെ കാണാം നമുക്ക്. ഇതിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലേ ഇങ്ങനെ ഉള്ളിലേക്ക് കയറണം കേട്ടോ. അതുപോലെ ഇവിടെയായിട്ട് നമുക്ക് ബുക്കിംഗ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ബിൽഡിങ്ങൊക്കെ കാണാം. നല്ല തിരക്കാട്ടോ അവിടെ. നമുക്ക് എന്തായാലും ഇതിലേടെ ഉള്ളിലേക്ക് കയറാം. നമ്മളിതാ റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് കയറിട്ടോ. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതാട്ടോ ഈ ഒരു ഭാഗമൊക്കെ. മറ്റേ ഭാഗത്ത് പണി നടക്കുന്നതുകൊണ്ട് ഒരു സൈഡിലേക്കായിട്ട് വേറെ വണ്ടികളൊക്കെ കിടക്കുന്നതാണ്. നമുക്ക് നേരെ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നേക്കാട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് 3-മത്തേലേക്ക് പോകണം. നമ്മുടെ വണ്ടി വരുന്നത് 3-മത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ. 4:25 വരുന്നത്. 4:05 വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് 4:25. അതുപോലെ ഇവിടെ ഇടുക വേറൊരു വണ്ടിയൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു വണ്ടി. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ 3-മത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. ഇവിടെയൊക്കെ വർക്ക് എടുക്കാം കേട്ടോ. ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ് ഇപ്പോൾ. ഈ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ. നമുക്ക് ഈ 1-മത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് മധുരയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന തേജസ് എക്സ്പ്രസ് കിടക്കുന്നതാണ് കേട്ടോ. നമുക്ക് അടിപൊളി അതിൻ്റെ ഡിസൈൻ കാണാൻ. നല്ല വെയിലാട്ടോ, കൊടും വെയിലാണ്. നമുക്ക് ഇതിലെങ്ങനെ എസ്കലേറ്റർ വഴി 3-ലേക്ക് പോവാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് എസ്കലേറ്ററൊക്കെ വരുന്നത്. നമ്മളങ്ങനെ 3-മത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ. ഇവിടെയായിട്ട് കാണാം നമുക്ക് 2, 3 ഫസ്റ്റ് തന്നെ താഴത്തേക്ക് ഇതിലെങ്ങനെ ചാടി ഇറങ്ങാം. ഇവിടെയായിട്ട് എസ്കലേറ്ററൊക്കെ വരുന്നുണ്ട്. ഓഫാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അത് ഓഫാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ പോകാൻ. നമുക്ക് മധുരൈ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്ത്. അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട്, അവിടെയും കാണാം നമുക്ക് മധുരൈ ജംഗ്ഷൻ. നമ്മളിത് 3-മത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിട്ടോ. ആ ഭാഗത്തായിട്ട് നമുക്ക് അമൃത എക്സ്പ്രസ് കിടക്കുന്നതാണ് കേട്ടോ. അവിടെ അത് 3:20 പോകുന്ന വണ്ടിയാണ്. നമ്മൾ അതിൽ പോകുന്നില്ല. അതിലാകെ 2 ജനറൽ കമ്പാർട്ട്മെൻറ്റേ വരുന്നുള്ളൂ. നമ്മൾ അതിൽ പോകുന്നില്ല. നമുക്ക് 4:20 പോകുന്ന വണ്ടിക്ക് പോകാം കേട്ടോ. ഇവിടെ ആയിട്ട് മധുരയിൽ നിന്ന് താമ്പരത്തേക്ക് പോകുന്ന വണ്ടി കിടക്കുന്നതാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട്. നമുക്ക് എന്തായാലും ഇഷ്ടം പോലെ ടൈമുണ്ട്. ഇനി 1 മണിക്കൂറിനടുത്ത് ടൈമുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മുടെ വണ്ടി വരട്ടെ. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം കേട്ടോ നമുക്ക്. നമ്മളിതാ 1-മത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകട്ടെ. നമ്മുടെ വണ്ടി 1-ലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ടു പ്ലാറ്റ്ഫോം നമ്പർ 1. നമുക്ക് ഇതിലെങ്ങനെ താഴത്തേക്ക് ഇറങ്ങാം. ഈ ഭാഗത്ത് എസ്കലേറ്റർ ഇല്ല കേട്ടോ, ലിഫ്റ്റ് ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോവാം. 4:15 നമ്മുടെ വണ്ടി വരും കേട്ടോ. സമയം ഇപ്പം 3 മണി 3:50 കഴിഞ്ഞുള്ളൂ. നമ്മളിതാ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് വന്നേക്കാം കേട്ടോ. ഇവിടെയായിട്ട് കാണാം നമുക്ക്. 3 ആ ഒരു സൈഡിലാണ്. നമ്മുടെ വണ്ടി 4:15 ഇവിടെ എത്തും. ഏകദേശം വരാറായിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റേഷനോട് കഴിഞ്ഞാൽ നമ്മുടെ മധുരൈ ജംഗ്ഷനിലോട്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ എത്തും. എന്തായാലും വരട്ടെ. ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കട്ടെ വരുന്നത്. സമയം 4:10. നമ്മുടെ വണ്ടി 1-മത്തെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നു കേട്ടോ. നമ്മളതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എങ്ങോട്ടേലും പോകാം. ചെറിയ ട്രെയിനാട്ടോ. നല്ല തിരക്കുണ്ട്. പഴനി വഴിയൊക്കെ പോകുന്നതുകൊണ്ട് നല്ല തിരക്കാട്ടതിൽ. തിരക്കെന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ. ഇവിടെ നിൽക്കാൻ ഒരു സ്ഥലമല്ല. നമുക്കെന്തായാലും ഇതിലിവിടെ എവിടെയൊക്കെ കയറാം കേട്ടോ.
നല്ല തിരക്കാണ്. ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്കാട്ടോ. ഇവിടെ ഇവിടേക്ക് നിന്ന് പോകും. അത് പഴനിയൊക്കെ എത്തുമ്പോഴേക്കും തിരക്ക് നന്നായിട്ട് കുറയും കേട്ടോ. ഇവിടെയൊക്കെ കാണാം നമുക്ക് നല്ല തിരക്കാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ. തിരക്കോട് തിരക്കാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ പോകാം കേട്ടോ. അതായിരിക്കും നല്ലത്. സമയം കറക്റ്റ് 4:30. നമ്മുടെ വണ്ടി ഇതാ മധുരയിൽ നിന്ന് എടുത്തിട്ടോ. നല്ല തിരക്കാട്ടോ വണ്ടിയിൽ. പ്ലാറ്റ്ഫോമൊക്കെ കാലിയായി നല്ല തിരക്കാണ് വണ്ടിയിൽ. നമ്മളിതാ അങ്ങനെ മധുരൈ ജംഗ്ഷനോട് വിട പറയുന്നത്. 1ാമത്തെ പ്ലാറ്റ്ഫോം നമ്മുടെ വണ്ടി ഇതെടുത്തിട്ടോ. മധുരൈ ജംഗ്ഷൻ ഇവിടെ ആയിട്ട് നമുക്ക് ബോർഡ് കാണാം. ഇരിക്കാൻ സീറ്റൊന്നും ഇല്ല കേട്ടോ. നല്ല ദുരന്ത യാത്രയാണ്. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. നല്ല തിരക്കാണ്. ഈ പൊള്ളാച്ചി പഴനി ഭാഗത്ത് എത്തുമ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ കുറയായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. പാലക്കാട് എന്തായാലും ഒരു 9:30 കഴിയുമ്പോഴേക്കും പാലക്കാട് എത്തും. അവിടെയായിട്ട് നമുക്കൊരു മേൽപ്പാലം കാണാം ആ ഒരു ഭാഗത്ത്. നമ്മൾ ഈ തമിഴ്നാട്ടിലെ യാത്രയിൽ സ്ഥിരം കാണുന്ന കേട്ടോ അതേപോലത്തെ മുൾച്ചെടികൾ ഒരുപാട് ഒഴിഞ്ഞ ഏരിയയിൽ നമുക്ക് ഇഷ്ടംപോലെ അങ്ങനെ കാണാൻ പറ്റും. മുൾച്ചെടികൾ നമ്മളിതാ കൂടൽ നഗർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തിട്ടോ. ഇവിടെയൊക്കെ സ്റ്റോപ്പുണ്ട്. സകല സ്റ്റോപ്പിൽ നിർത്തിയിട്ടേ പോകുള്ളൂ കേട്ടോ നമ്മുടെ വണ്ടി. കൂടൽ നഗർ വലിയ ടൈമൊന്നും ഉണ്ടാവില്ല. 1-2 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇതാ ഇവിടുന്ന് എടുത്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് ചവിട്ടി അപ്പം തന്നെ എടുത്തു. വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ആ ഒരു സൈഡിലേക്കില്ല. അങ്ങോട്ടൊക്കെ കണ്ടില്ല. അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. നല്ല തിരക്കാട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ കൂടൽ നഗർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെടുത്തു. കൂടൽ നഗർ ഇവിടെയായിട്ട് കാണാം നമുക്ക്. നമ്മളിതാ അടുത്തൊരു സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഏതാണ് സ്റ്റേഷൻ എന്ന് മനസ്സിലാവുന്നില്ല. വണ്ടി നന്നായിട്ട് സ്ലോ ആയിട്ടുണ്ട്. നല്ല സ്പീഡിലാട്ടോ വണ്ടി പോകുന്നത്. മധുര കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ സ്റ്റേഷൻ എത്തിട്ടോ. ആ വീടിൻ്റെ കളർ നോക്കി. ക്ലോസ് ചെയ്ത് നമ്മളിതാ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്.
സമയനല്ലൂർ എവിടെയായിട്ട് കാണാം നമുക്ക്. സമയനല്ലൂർ ഇവിടെയായിട്ട് ഒരു ചരക്ക് വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. വണ്ടി ഇതാ സമയനല്ലൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ അടുത്തിട്ടോ. ജസ്റ്റ് ഒരു 2 മിനിറ്റൊക്കെ ഇവിടെ ടൈം വരുന്നുള്ളൂ. വണ്ടി ഇതാ അങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. പയ്യെ 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 ഉരുണ്ട് അങ്ങനെ പോകുന്നുണ്ട്. നമ്മളങ്ങനെ ഈ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു. എല്ലായിടത്തും ജസ്റ്റ് ഒരു 2 മിനിറ്റ് താഴെ വരുന്നുള്ളൂ കേട്ടോ. തിരക്കൊന്നിനൊന്നിനും കൂടി വരും കേട്ടോ. ഉള്ളിലേക്ക് ആകെ തിരക്കായി. നമ്മൾ വേറെ സ്റ്റേഷനിൽ വണ്ടി നിർത്തി എടുത്തു കേട്ടോ. മൊത്തം ഈ ഒരു സൈഡത്തെ കാഴ്ച തന്നെ കിട്ടുന്നുള്ളൂ. അപ്പുറത്തെ ആ ഒരു സൈഡിലേക്ക് നമുക്ക് പോകാനേ പറ്റും. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എന്തായാലും നോക്കാം നമുക്ക്. ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ മലകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. കൃഷിപ്പാടങ്ങളും മലകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചകളായി. ഇനി പഴയനൊക്കെ എത്തുമ്പോഴേക്കും നല്ല അടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ നമുക്ക്. ചിലപ്പോൾ സമയം 6:45, 6:30 കഴിയും. നല്ല തെങ്ങും പറമ്പും വാഴത്തോട്ടങ്ങളും. സ്കൈയുടെ കളറൊക്കെ നല്ല അടിപൊളിയായി കേട്ടോ. സൺസെറ്റൊക്കെ ആവാറായി. ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് മലയൊക്കെ കാണാം കേട്ടോ. അങ്ങോട്ട് ദൂരെ എവിടെയായിട്ട് നമ്മളിതാ കൊടൈക്കനാൽ റോഡിലേക്ക് എത്തിയിട്ട്. കൊടൈക്കനാൽ റോഡ് അടുത്തത് പഴനിയെന്ന് തോന്നുന്നു കേട്ടോ. അടുത്ത സ്റ്റേഷൻ പഴനി ദിണ്ടിഗലങ്ങാണ്ടാണ്. കൊടൈക്കനാൽ റോഡ് ഇതായിട്ട് കാണാം നമുക്ക്. ഇവിടെ വണ്ടി ഒരു 2 മിനിറ്റൊക്കെ ടൈം ഉണ്ടാവില്ല. 2 മിനിറ്റ് ഉണ്ടാവില്ല. നോക്കുമ്പോൾ നമുക്ക് അവിടെ ആയിട്ട് കുഞ്ഞ് ടെമ്പിൾ കാണാം കേട്ടോ. ഈ തമിഴ്നാട്ടിലെ മിക്ക റെയിൽവേ സ്റ്റേഷൻ അരികിലായിട്ട് ഇതേപോലെ ടെമ്പിൾ കാണാൻ പറ്റും. നമ്മൾ മധുരയിലും കണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അവിടെ ആയിട്ട് അതിനിടയിലും കാണാൻ പറ്റും. ഇവിടെയൊക്കെ വേപ്പുമരം ഉണ്ട്. അതുപോലെ വേപ്പുമരം കണ്ടില്ലേ, അവിടെയൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ വേപ്പുമരം. വണ്ടി ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കും. വലിയ തിരക്കൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ടോ. വണ്ടിക്കകത്ത് നല്ല തിരക്കാം. സ്റ്റേഷനിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല. വണ്ടി ഇത് അവിടെ നിന്ന് എടുത്തു കേട്ടോ. വണ്ടി ഇത് അങ്ങനെ കൊടൈക്കനാൽ റോഡിൽ നിന്ന് എടുത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ എടുത്തു. 1 മിനിറ്റ് കേട്ടോ. കൊടൈക്കനാൽ നമുക്ക് കാണാം റോഡ്. കൊടൈക്കനാൽ റോഡ് ഇതിനരികിലായിട്ട് നമുക്ക് ഒരുപാട് വേപ്പുമരങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ സൺസെറ്റൊക്കെ ആയി വരുന്നത്. നല്ല ഗോൾഡൻ കളറായി വരുന്നത് സ്കൈ ഒക്കെ. ആ ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ നല്ല ഹൈറ്റിലും മലകളൊക്കെ കാണാം നമുക്ക്. അതുപോലെ ഇവിടെയൊക്കെ കോവിലുകളൊക്കെ ഉണ്ട്. ഒന്ന് പാട്ടൊക്കെ കേൾക്കാം നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ. അതിന് പുറകിലേക്കൊക്കെ മല കേട്ടോ. ആ ഒരു ഭാഗത്തേക്കൊക്കെ മലകളാണ്. ക്യാമറയിൽ അത്ര ക്ലിയർ കാണില്ല കേട്ടോ. അതുപോലെ ഈ ഒരു സൈഡിലേക്കും കാണാം നമുക്ക്. അടിപൊളിയാട്ടോ.
കാഴ്ച നോക്കി. നല്ല അടിപൊളി മലകളാണ് അങ്ങോട്ട് കാണാൻ. നമുക്ക് പറയുന്നൊന്നും ശരിക്കും നമ്മളിത് ആ മലകളുടെ കരിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം ആ മലയുടെ കടുത്തൂടെ പോകുന്ന പോലെ ഉണ്ട്. അവിടെയായിട്ട് കാണാം നമുക്ക്. അതുപോലെ ഇങ്ങോട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു പാടങ്ങളൊക്കെ കാണാം, കൃഷി ഏരിയകളൊക്കെ കാണാം. അതിനരികിൽ അവിടെയായിട്ട് ആ മലകളും. എന്താ ഭംഗി നോക്കി കാണാൻ. പൂക്കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ, ഇടയിൽ കൂടെ പൂക്കൃഷി. എന്തൊക്കെയാണ് പന്തലൊക്കെ ഇട്ടിട്ട് കൃഷിയാണ് കേട്ടോ. നമുക്ക് മുന്തിരിയാണോ എന്നൊരു ഡൗട്ടുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ. അതുപോലെ ഇങ്ങോട്ടൊക്കെ കാണാം കേട്ടോ. ഇത് അതിലായിട്ട് വേറൊരു ട്രാക്ക് പോകുന്നതാണ് ആ ഒരു ഭാഗത്തൂടെ. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ പന്തലിട്ടിരിക്കുന്നത്. അതിന് പുറകിലേക്ക് ഇതാ മലയൊക്കെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ. നമ്മൾ മറ്റൊരു സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് ദിണ്ടിഗലിലാട്ടോ. ദിണ്ടിഗൽ സ്റ്റേഷനിലേക്ക് നമ്മളിതാ ദിണ്ടിഗൽ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്റ്റേഷൻ്റെ ഔട്ടറിലോട്ട് എത്തി നമ്മൾ ദിണ്ടിഗൽ. അത് കഴിഞ്ഞ് ഓടച്ചത്രം, പിന്നെ വരുന്നത് പഴനി കേട്ടോ. പളനി നമുക്ക് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഈ പൂക്കൃഷിയൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ക്യാമറ ഓണാക്കി വരുമ്പോഴേക്കും എല്ലാം കഴിയും കേട്ടോ. അതാണ് പ്രശ്നം. ഇവിടെ അടുത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും നമുക്ക്. ഇവിടെ അതുപോലെ ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ. ഇതെവിടെയൊക്കെ ആയിട്ട് കാണാം നമുക്ക്. വേറെ എന്തൊക്കെ കൃഷി ഈ ഒരു ഭാഗത്തൊക്കെ പയറെന്തൊക്കെ കാണാം കേട്ടോ. ഇവിടെയൊക്കെ ടെറസിൻ്റെ മുകളിൽ പയ്യന്മാരിതാ പട്ടം പറത്തി കളിക്കുന്നതാണ് കേട്ടോ നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് കാണാം മിക്ക വീടുകളുടെ മുകളിൽ പട്ടം പറത്തി കളിക്കുന്ന പയ്യന്മാർ. അങ്ങനെ നമ്മളിതാ ദിണ്ടിഗൽ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. ദിണ്ടിഗൽ ജംഗ്ഷൻ ഇവിടെയായിട്ട് കാണാം നമുക്ക്. ദിണ്ടിഗലിലെത്തിയപ്പോഴേക്കും ഒരുപാട് പേര് ഇറങ്ങി കേട്ടോ. എന്നാലും നമ്മുടെ ബോഗി കംപ്ലീറ്റ് ആണ്. ഇതുണ്ടല്ലോ ഇതിനുള്ളിൽ നല്ല ആളാട്ടോ. നല്ല തിരക്കാണ് ഇവിടെ ഇറങ്ങിയപ്പോഴും. എന്തായാലും നോക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ ദിണ്ടിഗലിൽ നിന്ന് എടുത്തു കേട്ടോ. ദിണ്ടിഗലിൽ നിന്ന് പതുക്കെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ഓടച്ചത്രം, അത് കഴിഞ്ഞാൽ പഴനിയാട്ടോ വരുന്നത്. ആ ഒരു ഭാഗത്ത് വേറെ വണ്ടി വരുന്നത് കാണാം നമുക്ക്. ദിണ്ടിഗൽ ജംഗ്ഷൻ ഇവിടെയായിട്ട് കാണാം കേട്ടോ നമുക്ക്. ദിണ്ടിഗൽ ജംഗ്ഷൻ. ആ ഒരു ഭാഗത്തേക്ക് നോക്കി സൺസെറ്റ് ഇങ്ങനെ ആയിരുന്നു. നല്ല ഗോൾഡൻ കളറിൽ അടിപൊളിയിട്ടോ കാണാൻ. ആ ഒരു ഭാഗത്തും കാണാം നമുക്ക് ദിണ്ടിഗൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്റ്റേഷനാണത് ദിണ്ടിഗൽ. ഈ ഒരു ഭാഗത്ത് നിന്ന് ട്രെയിൻ നല്ല വളഞ്ഞ് പോകുന്നതാണ് കേട്ടോ നമുക്ക്. അടിപൊളിയാണ് ഇങ്ങനെ കാണാൻ. നമ്മൾ ട്രെയിനിൻ്റെ ഏകദേശം ലാസ്റ്റിലാട്ടോ. വളഞ്ഞിങ്ങനെ പോകുന്ന കാണാൻ അടിപൊളിയാണ്.
അങ്ങനെ നമ്മൾ ദിണ്ടിഗൽ പാസ് ചെയ്തു. അടുത്തത് ഓടച്ചത്രം. സമയം 6 മണിയായിട്ടോ. സൺസെറ്റൊക്കെ ഇതാ കഴിഞ്ഞ് വരുന്നത്. നമുക്ക് പുറകിലേക്ക് ഇങ്ങനെ ഒരു 2-3 ബോഗിയും കൂടെ ഉള്ളൂ. അവിടെയായിട്ട് കാണാം നമുക്ക്. വീണ്ടും നമ്മളിതാ തമിഴ്നാട്ടിൽ സ്ഥിരം കാഴ്ചയായ മുൾപ്പാടങ്ങൾ കാണുന്നുണ്ട്. മുൾക്കാടുകൾ. അതിലൊരു ബസ് പാസ് ചെയ്ത് പോകുന്നത്. ഇടയ്ക്ക് മയിലിനെയൊക്കെ കാണാം. മയിലിനെ സമയം 6:18 കഴിഞ്ഞു. നമ്മൾ ഓടച്ചത്രം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിത് ആ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല അടുത്ത് മലകൾ കാണാം കേട്ടോ. ഇവിടെ എന്തൊക്കെ കൃഷി, കപ്പളങ്ങ കൃഷിയൊക്കെ കാണാം കേട്ടോ. ഈ ഭാഗത്ത് ഒരുപാട് ഏരിയയിൽ കാണാൻ പറ്റും. അതുപോലെ മാങ്ങയൊക്കെ കാണാൻ ഇടയ്ക്ക് ഇങ്ങനെ കൃഷി. ഓടച്ചത്രം നല്ല അടിപൊളി വ്യൂ കേട്ടോ. ഇവിടെ അങ്ങോട്ട് താഴ്ഭാഗത്ത് അവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണാം. പിന്നെ ഇടയിൽ കൂടെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കി മലകൾ നല്ല അടുത്ത് കാണാം കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം നല്ല ആൾ കയറാണ്ടെന്ന് തോന്നുന്നു. എല്ലാ ബോഗിയിലും നല്ല തിരക്കാട്ടോ. സമയം 6 ആവാറായി. കുറച്ച് ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇനി അങ്ങോട്ട് കാഴ്ചകളൊക്കെ നല്ല കണക്കായിരിക്കും. പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മൾ കിടക്കുന്നത്. നല്ല അടിപൊളി കാഴ്ച ഇവിടെ അങ്ങോട്ട്. അപ്പം അങ്ങനെ ഓട്ടച്ചത്രത്തിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇവിടെയൊക്കെ ഇതാ വേറെ ആൾക്കാരെ കാണാം നമുക്ക്. വേറെ ഏതോ വണ്ടിയൊക്കെ വരാനുണ്ട്. സമയം 6:30 ആയിട്ട് അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. ഓട്ടച്ചത്രം ഇവിടെയായിട്ട് കാണാം നമുക്ക്. മൊത്തം കൃഷിയാട്ടോ അങ്ങോട്ട്. തെങ്ങും അതുപോലെ നേരത്തെ പറഞ്ഞില്ലേ മാവൊക്കെ ഉണ്ടെന്ന്. അത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം നമുക്ക്. ഇതിനുള്ളിലേക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ കാണാൻ പറ്റും മാവിൻ്റെ കൃഷി. അങ്ങോട്ടൊക്കെ കാണാം കേട്ടോ. അതുപോലെ ഇതാ ഇവിടെയായിട്ട് കമ്പം ഒരു ഭാഗത്തൂടെയൊക്കെ കാണാം.
സ്ലോ ആയിട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കൃഷി കാണാം നമുക്ക്, ആ ഒരു സൈഡിലേക്കൊക്കെ കേട്ടോ. അതുപോലെ ഇങ്ങോട്ടൊക്കെ ഇതാ കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ടേക്കുന്നത്. നമ്മൾ ചക്രവട്ടി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ എത്താറായിട്ടോ. പഴനി എത്തുന്നതിന് മുമ്പ് അങ്ങോട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകൾ, ആ ഒരു ഭാഗത്തേക്കൊക്കെ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കളർ നോക്കി, സ്കൂൾ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. സ്കൂൾ പോലത്തെ എന്തോ സംഭവമാണ്. സമയം നല്ല ഇരുട്ടായിട്ടോ. നമ്മളിതാ പഴനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമ്മുടെ പഴനിമലയുടെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഇരുട്ടായിട്ട് 7:30 കഴിഞ്ഞു. ഇരുട്ടായിട്ട് ഇനി എല്ലാ കാഴ്ചകളും അതേപോലെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ 9:30 പാലക്കാട് ഇതെല്ലാം നമുക്ക് നോക്കാം. നല്ല നല്ല കാഴ്ചകൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. നമ്മൾ മുതലമടയൊക്കെ കൂടിയിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെയൊക്കെ എത്തുമ്പോൾ 8:30 കഴിയും. എന്താ അവസ്ഥ എന്നറിയില്ല കേട്ടോ. പളനിയുടെ ഔട്ടറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിതാ പഴനിയിലേക്ക് എത്തിക്കൊണ്ട് ആ ഒരു ഭാഗത്തായിട്ട് അവിടെ ആയിട്ടോ. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, മൊത്തം ഇരുട്ടാട്ടോ. ഒന്നുമില്ല, ദാഹിച്ചിട്ടാണെങ്കിൽ തൊണ്ടയ്ക്ക് ഒരു ഇതായിട്ടും വെള്ളം വാങ്ങാൻ മറന്നുപോയി. ഇനി പഴനിയിൽ വെച്ചിട്ടാണെങ്കിൽ വാങ്ങണം, അല്ലെങ്കിൽ പാലക്കാട് പഴനി. നമ്മുടെ വണ്ടി ഇതാ പഴനിയിൽ നിന്ന് എടുത്തു. ഇവിടുത്തെ കടകളൊക്കെ അടച്ചേക്കാം കേട്ടോ. പക്ഷെ നമുക്ക് വെള്ളം കിട്ടി, വണ്ടി കൂടെ കൊണ്ടുവന്നു കേട്ടോ. അതുകൊണ്ട് വെള്ളം കിട്ടി. പഴനി അങ്ങനെ നമ്മൾ പഴനിയിൽ ടാറ്റ പറയുന്നു. പഴനി 7:33 നമ്മൾ ഉദുമൽപേട്ട് എത്തി. ഉദുമൽപേട്ട് അവിടെയായിട്ട് നമുക്ക് ബോർഡ് കാണാം, ഉദുമൽപേട്ട്. അടുത്തത് ഗോമംഗലം, അത് കഴിഞ്ഞാൽ പൊള്ളാച്ചി കേട്ടോ. കാര്യമായിട്ട് കാഴ്ചകളൊന്നുമില്ല കേട്ടോ, മൊത്തം ഇരുട്ടാണ്. ഇതാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത്. ഇവിടെയും കാണാം കേട്ടോ, നമുക്ക് ഒരുപാട് വേപ്പിൻ മരങ്ങൾ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റും. പൊള്ളാച്ചി എത്തിയിട്ടോ. പൊള്ളാച്ചി ഈ ട്രെയിനിലുണ്ടായിരുന്ന സകല മനുഷ്യന്മാരും ഇവിടെ ഇറങ്ങി. ട്രെയിൻ ഏകദേശം മൊത്തം കാലിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇതുണ്ട്, ഇതൊക്കെ ഇവിടെ ഇറങ്ങിയ ആൾക്കാരാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, മൊത്തം കാലിയായി. ഇതിലെ ഇങ്ങനെ അറ്റത്തേക്ക് പോകുന്നു. പൊള്ളാച്ചിന്ന് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു 3 സ്റ്റോപ്പും കൂടെ ഉള്ളൂ പാലക്കാട് എത്താൻ. പൊള്ളാച്ചി ഇതുണ്ടല്ലോ, ഇതൊക്കെ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകുന്നവരാട്ടോ. അപ്പോൾ എന്തൊരു തിരക്കായിരുന്നു ഇതിനകത്ത്. പൊള്ളാച്ചി ജംഗ്ഷൻ. പൊള്ളാച്ചിനോട് ടാറ്റ. അപ്പം ഇനി നമുക്ക് പാലക്കാടൊക്കെ കാണാം കേട്ടോ. പൊള്ളാച്ചി ജംഗ്ഷൻ 9:25 നമ്മളിതാ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. പാലക്കാട് നല്ല ഇരുട്ടായിട്ടോ, പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ കാണാം. അവിടെ കണ്ണുകൊണ്ട് കാണാം, ക്യാമറയിൽ കാണുന്നുണ്ടെന്നറിയില്ല. ഇതൊക്കെ പാർക്കിംഗ്.
പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കും. പാലക്കാട് നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ പാലക്കാട് ജംഗ്ഷനിലെത്തി കേട്ടോ. ഇവിടുന്ന് നേരെ പുറത്തിറങ്ങാം. ഇതിലെങ്ങനെ പോവാം? ഇതിലും കണക്കാട്ടോ. ഇതിലെങ്ങനെ പുറത്തോട്ട് ഇറങ്ങാം നമുക്ക്? സമയം 9:27 ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തിറങ്ങണം. നമ്മൾ വന്ന വണ്ടി കേട്ടോ കിടക്കുന്നത് തിരുനെൽവേലിയിൽ നിന്ന് നമ്മുടെ പാലക്കാട്ടേക്ക് വരുന്ന വണ്ടി കേട്ടത്. അപ്പോൾ എന്തായാലും നീണ്ടൊരു യാത്ര വരുന്നുട്ടോ. നമ്മൾ പൊള്ളാച്ചിയിലൊക്കെ എത്തിയപ്പോഴാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അതുവരെ നിൽക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മധുരയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ഷെയറും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.